രാജ്യസഭയിൽ ഏറ്റവും മികച്ച ഒരു എം പി ആയി പി രാജീവ് അറിയപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് ഭരണകക്ഷി അംഗങ്ങൾക്കോ പ്രതിപക്ഷ അംഗങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. എന്നാൽ പി രാജീവ് മന്ത്രിയായതിനു ശേഷം പരിപൂർണമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വ്യവസായ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് കിറ്റക്സ് എം ഡി ആയ സാബു എം ജേക്കബിനെതിരെ വ്യവസായ മന്ത്രിയായ പി രാജീവ് പറയുന്നത് മനസ്സമാധാനം വേണമെങ്കിൽ സാബു തന്നെ വിചാരിക്കണം എന്ന രീതിയിൽ. അതിൻ്റെ അർത്ഥതലങ്ങൾ എത്രത്തോളമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളികൾക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. അതായത് സാബു എം ജേക്കബ് ഒന്നി പിണറായി വിജയന് വശംവദനാകുന്ന രീതിയിൽ പിണറായി വിജയൻ പറയുന്ന നോംസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അത് അദ്ദേഹത്തിന് ഒരിക്കലും ശരിയാകുന്ന രീതിയല്ല. സാബു ഒരു രീതിയിലും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിനെ ആശ്രയിച്ച് കഴിയുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കിഴക്കമ്പലത്തും അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഉൾപ്പെടെ അവർക്ക് കിട്ടുന്ന പ്രചോദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ഒരു പ്രൈവറ്റ് മേഖലയിലും കിട്ടാത്ത സമാനതകളില്ലാത്ത രീതിയാണ് എന്ന് പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം തുറന്ന് തെളിവ് സഹിതം പറയുന്നുമുണ്ട്. ഏതായാലും വ്യവസായ മന്ത്രിയായ പി രാജീവ് ഇപ്പോൾ കടന്നാക്രമിച്ചുകൊണ്ട് സാബുവിനെ ഒരു വലിയ CPIM വിരോധിയാക്കി ചിത്രീകരിക്കുകയും സാബു എം ജേക്കബ് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ആളാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ CPIMൻ്റെ പല നേതാക്കളും ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയായ 2020 CPIMൻ്റെ വളർച്ചയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു. കുന്നത്ത് നാട്ടിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അവിടെ വലിയ മുന്നേറ്റം 2020 ഉണ്ടാക്കിയത് ഗ്രാമപഞ്ചായത്തുകൾ പലതും പിടിച്ചെടുക്കുന്നു. അത്തരത്തിൽ ഒരു രീതി കൊണ്ടുവന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ CITU തൊഴിലാളികൾക്കും വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, CPIMൻ്റെ സിദ്ധാന്തം അംഗീകരിക്കാൻ സാബു എം ജേക്കബ് തയ്യാറല്ല. അദ്ദേഹം പല രീതിയിലും തെലങ്കാനയ്ക്ക് പുറമെ ഇപ്പോൾ ആന്ധ്ര വ്യവസായ വകുപ്പ് കൂടി സാബു എം ജേക്കബിൻ്റെ കിറ്റക്സ് പ്ലാന്റ് അവിടെ തുടങ്ങാനുള്ള ആഗ്രഹവുമായി കിഴക്കമ്പലത്ത് വരുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമായി പറയുകയാണ്. തൻ്റെ തൊഴിലാളികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇപ്പോഴും പ്രൊഡക്ഷൻ നിർത്തിവെക്കാത്തത്. അല്ലായിരുന്നെങ്കിൽ എന്നേ അതെല്ലാം നിർത്തിവെച്ചനെ എന്നുള്ളതാണ് സാബു എം ജേക്കബ് പറയുന്നത്. കൃത്യമായും അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ ഏതൊരു വ്യവസായിയും പണം നിക്ഷേപിക്കുമ്പോൾ അയാൾക്ക് വേണ്ട ബേസിക്കായ റിക്വയർമെൻ്റ് ഉണ്ട്, മനസ്സമാധാനത്തോടെ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കാത്തവരാണ് CPIMകാർ എന്ന് തുറന്നടിക്കുകയാണ് സാബു എം ജേക്കബ്. അതിന് നിരവധിയായ തെളിവുകളുണ്ട്. കേരളം ഒരിക്കലും ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമേ അല്ല. അത് തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ ആക്കി തീർത്തത് ഈ ഇടതുപക്ഷം തന്നെയാണ്. അവരുടെ ട്രേഡ് യൂണിയനും അവരുടെ ഈ രീതിയിലുള്ള പിന്തിരിപ്പൻ നയങ്ങളുമാണ് എല്ലാ രീതിയിലും തകർച്ചയ്ക്ക് കാരണമാകുന്നതെന്നും സാബു തുറന്നടിക്കുകയാണ്.